ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവിറ്റിലെ സ്റ്റെയറുകളുടെ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഡെയിലി ലൈഫിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും ബിൽഡിങ്ങുകളിലാണെങ്കിലും നിങ്ങൾ ഡിഫറെന്റ് ഷേപ്പിലും ഡിസൈനിലുള്ള സ്റ്റെയറുകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ റിവിറ്റിൽ എങ്ങനെയാണ് ഒരു ജോമെട്രിക് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ റിവിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്ചറിലെ സർക്കുലേഷൻ പാനലിൽ നിന്ന് സ്റ്റെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജോമെട്രിക് സ്റ്റെയർ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ബൗണ്ടറി ആണ് ആദ്യം വരച്ചു കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വരച്ചോളൂ. വരച്ചതിന് ശേഷം ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് എടുക്കണമല്ലോ. സോ ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഡ്രോ ആക്സിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് വേണ്ട സെന്റർ പോയിന്റ് നോക്കി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓരോ സ്റ്റെപ്പുകളാണ്, അതായത് ത്രെഡുകളാണല്ലോ. അതായത് നമുക്ക് ചവിട്ടി ചവിട്ടി ഇങ്ങനെ മുകളിലേക്ക് കയറണം. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ റൈസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. റൈസർ എടുത്തിട്ട് രണ്ട് ലൈനുകളെ അല്ലെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് ബൗണ്ടറികളെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം റൈസറിൽ പിക്ക് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഓഫ്സെറ്റ് 25 അസൈൻ ചെയ്ത് കൊടുക്കാം. ദെൻ ജസ്റ്റ് നമ്മൾ ഓരോ ലൈനുകളെയും പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആവശ്യമുള്ള ത്രെഡുകളും ഇതിലേക്ക് വരച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതെങ്ങനെ നമുക്ക് ട്രിം ചെയ്യാതായിരിക്കും അടുത്തൊരു കൺഫ്യൂഷൻ വരാം. നോക്കിക്കോളൂ, ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ട്രിമ്മോ എക്സ്റ്റെൻഡ് ടു കോർണർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനുകളെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് കോർണറിലെ ലൈനുകളെ തമ്മിൽ ട്രിം ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്താൽ മതി, ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. അഗെയിൻ ഒന്നുകൂടെ നമ്മൾ ഫിനിഷ് കൊടുക്കാം. ജസ്റ്റ് 3D വ്യൂ നോക്കുക, കണ്ടോ? ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്റ്റെയർ ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് ഷെയ്ഡോ റിയലിസ്റ്റിക്കോ മെറ്റീരിയൽ അസൈനിങ്ങോ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ജോമെട്രിക് സ്റ്റെയർ വരയ്ക്കാന്നുള്ളത്? ഇതുപോലെയുള്ള ടിപ്പുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.